പ്രശാന്ത് ഏട്ടാ, ഇപ്പോൾ നസറുള്ള തീർന്നല്ലോ. ഈ നസറുള്ള തീർന്നതിന് ശേഷം ഇറാൻ ഇപ്പോൾ ഹിസ്ബുള്ളയെ ഒരു പ്രോക്സി സംഘടനയാണ് ഇറാൻ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഇറാൻ ഹിസ്ബുള്ളയ്ക്ക് ഒരുപാട് ആയുധങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ തെക്കൻ ലെബനനിൽ അതിർത്തിയിൽ താവളം ഉറപ്പിച്ചിരുന്ന ഇസ്രായേൽ സൈന്യം തെക്കൻ ലെബനകത്തേക്ക് കയറിയിട്ടുണ്ട്. അകത്തേക്ക് കയറി ഇവർ അവിടെയുള്ള ഒരു വിമാനത്താവളം പിടിച്ചെടുത്തു. ആ വിമാനത്താവളം ഇവരവിടെ പിടിച്ചെടുത്തതിന് ശേഷം ഇറാനാണെങ്കിൽ അങ്ങോട്ടേക്ക് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങളുമായിട്ട് ഒരു വിമാനത്തിൽ കൊണ്ടുവരികയായിരുന്നു. ആ വിമാനം ഈ ഇസ്രായേലിൻ്റെ സൈന്യത്തിനെ കണ്ട് അല്ലെങ്കിൽ അവിടെ ഉണ്ടെന്നറിഞ്ഞ് പിന്തിരിഞ്ഞോടുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇനി ഹിസ്ബുള്ളയ്ക്ക് ആയുധം കിട്ടില്ലേ? ഇറാൻ ഇനി ആയുധം കൊടുക്കാൻ സാധിക്കില്ലേ? എന്താണ് ഇതിൻ്റെ കൂടുതൽ ഡെവലപ്മെന്റ്സ്? ഇപ്പോഴത്തെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പറയുന്നതനുസരിച്ച് ഹിസ്ബുള്ളയുടെ ഏകദേശം ആയുധ ശേഖരമൊക്കെ തീർന്നിരിക്കുകയാണ്. അതെ, അതായത് ഈ വാക്കി ടോക്കി ആക്രമണവും പേജർ ആക്രമണവും ഒക്കെ ശേഷം ഹിസ്ബുള്ള നാമാവിശേഷമായി നിൽക്കുകയാണ്. അപ്പം ആയുധം കൊടുക്കുന്നത് എപ്പോഴും ഇറാനാണല്ലോ. ഇപ്പം 747 ഒരു വിമാനം, അത് വലിയ ഫ്ലൈറ്റ്, നമ്മുടെ യാത്രക്കാർ കൊണ്ടുവരുന്ന ഫ്ലൈറ്റ് അല്ല, ഒരു രാജ്യത്തിന് മറ്റു രാജ്യത്തേക്ക് സാധന സാമഗ്രികൾ കൊണ്ടുവന്നു. അപ്പം സാധന സാമഗ്രികളുമായിട്ട് വന്നെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇവർ കരയുദ്ധത്തോടനുബന്ധിച്ച് ടാങ്കർ ഉൾപ്പെടെ കയറിയിട്ടുണ്ട്. ഇപ്പോൾ കയറിയതിന് ശേഷം വിമാനം അവർ സെർച്ച് ചെയ്തു. അവരുടെ സംവിധാനങ്ങൾ അറിയാമല്ലോ. സെർച്ച് ചെയ്തപ്പോൾ അതിനകത്ത് ആയുധങ്ങളാണെന്നുണ്ട്. എയർപോർട്ടിന് റിപ്പോർട്ട് കൊടുത്തു. എയർപോർട്ട് റിപ്പോർട്ട് കൊടുത്തതനുസരിച്ച് വിമാനം തിരിച്ചു പോകാൻ പറഞ്ഞു. വിമാനം ഇറങ്ങിയാൽ എയർപോർട്ടും തകർക്കും, വിമാനം തകർക്കും എന്ന് പറഞ്ഞു. തകർക്കും. അപ്പം തിരിച്ചു പോയിരിക്കുകയാണ്. ഇപ്പം അവിടുത്തെ ഒരു സ്ഥിതിവിശേഷം, ഇറാനിലെ ഒരു സ്ഥിതിവിശേഷം എന്ന് പറഞ്ഞാൽ, ഇറാനിലെ പരമോന്നത നേതാവുണ്ടല്ലോ, ഇറാൻ്റെ ഭരണാധികാരി എന്ന് പറഞ്ഞാൽ ഒളിവിൽ പോയിരിക്കുകയാണ്. മാത്രമല്ല അവിടെ ആഭ്യന്തര വിഷയമാണ്. കാരണം അവിടുത്തെ ഒരു ആഭ്യന്തര പ്രശ്നം നമുക്കറിയാമല്ലോ. അവിടെ ശരിക്കും പറഞ്ഞ ജനാധിപത്യ സംവിധാനമല്ല. അവിടെ 78-ന് ശേഷം വന്ന ഒരു ഭരണ സംവിധാനമാണല്ലേ. അതിനുശേഷം ആ രാജ്യം ഗുണം പിടിച്ചിട്ടില്ല. ഈ താടി വളർത്തുന്ന അതാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഡെവലപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ. അറിയത്തില്ല, താടി ഇല്ലാത്തവന് ഇല്ല. താടി വളർത്തി, ഇപ്പൊ താടി വളരുന്നേ ഉള്ളൂ. നേരത്തെ പേർഷ്യ എന്ന് പറയുന്നത് അവിടെ ആയിരുന്നു. കാരണം ലോകത്ത് അതുകൊണ്ട് പേർഷ്യ പോവാന്ന് പറഞ്ഞു. ഇപ്പോഴാണല്ലോ നമ്മൾ ഈ ബാക്കി രാജ്യങ്ങൾ, ഗൾഫ് രാജ്യങ്ങൾ, അത്രയ്ക്ക് ഭയങ്കര ലോകത്ത് ഏറ്റവും ഡെവലപ്മെന്റ്സ് ഉണ്ടായിരുന്ന ഒരു മുസ്ലിം രാജ്യമായിരുന്നു. അപ്പൊ അതൊക്കെ മാറി എന്നൊരു മതരാജ്യമായോ അന്നോട്ട് അതിന്റെ അവസ്ഥ. ഇപ്പൊ താടി വളർത്തുന്നതല്ലാതെ വേറെ മാർഗമൊന്നുമില്ല ഈ പറഞ്ഞതുപോലെ. അപ്പം അദ്ദേഹം ഒളിവിൽ പോയിരിക്കുകയാണ്. കാരണം ഇദ്ദേഹമാണ് ഈ യുദ്ധത്തിന് മൊത്തം കോപ്പ് കൂട്ടുന്നത്. കാരണം യഥാർത്ഥത്തിൽ ഇറാൻ യുദ്ധം ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ തന്നെയും ഈ ഹിസ്ബുള്ളയെ വെച്ച് യുദ്ധം ചെയ്തും ഹമാസിനെ വെച്ച് യുദ്ധം ചെയ്തും ഇപ്പം ഏറ്റവും അവസാനം നെതന്യാഹുവിനെ വധിക്കാൻ ശ്രമിച്ചല്ലോ. ഇന്നലെ ഇപ്പം മിസൈൽ ആക്രമണം നടത്തിയവർ, അതുപോലും ഈ ഹൂത്തികളുടെ ഫണ്ടിങ്ങും ഇവരാണ്. ആയുധങ്ങൾ കൊടുക്കുന്ന ഇതാണ്. ഇവർക്ക് പ്രധാനമായിട്ടും ആയുധം കൊടുക്കുന്ന ഒന്ന് റഷ്യയാണ്. റഷ്യ കൊടുക്കുന്നുണ്ട്, ബാക്കി ഇതുപോലുള്ള രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഇറാന് കൊടുക്കുന്നുണ്ട്, പിന്നെ റഷ്യയുടെ ആയുധങ്ങൾ കൊടുക്കുന്നു. എല്ലാവർക്കും അറിയാലോ റഷ്യയായിട്ടുള്ള ബന്ധം. അല്ലെങ്കിൽ ആദ്യമേ നേരത്തെ ഈ ഹിസ്ബുള്ളയെ ഈ പേജറാക്രമണം വന്നപ്പോൾ റഷ്യൻ ഇദ്ദേഹം അതിനകത്ത് ഇടപെട്ടായിരുന്നില്ല. ഇറാനുമായിട്ടുള്ള യുദ്ധം ആണെങ്കിൽ ഞങ്ങൾക്ക് ഇടപെടേണ്ടി വരുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നെ എനക്കൊന്നുമില്ല. അപ്പം ഈ വരാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം ആഭ്യന്തര യുദ്ധത്തിന്റെ വാർഷികം കഴിഞ്ഞ ദിവസം ധനുഷ് കണ്ടായിരുന്നല്ലോ. ഈ മഹിയ അമിനി എന്ന് പറഞ്ഞൊരു കുട്ടിയെ പണ്ട് ഈ ഹിജാബ് വിഷയം വെച്ചിട്ട് പോലീസ് വളരെ ക്രൂരമായിട്ട് തല്ലിക്കൊന്നു. ഏതാണ്ട് കത്തിച്ചു കളഞ്ഞു. 500 പേരോളം മരിച്ചു ആ പ്രക്ഷോഭത്തിൽ. ഭയങ്കര പ്രക്ഷോഭമായിരുന്നു, ജനകീയ പ്രക്ഷോഭം. അതിനുശേഷം 10-20,000 പേരെ ജയിലിലടക്കേണ്ടി വന്നു. ആ പ്രക്ഷോഭം അടിച്ചമർത്തുകയായിരുന്നു. പട്ടാളവും മത പോലീസും കൂടി അടിച്ചമർത്തുക. ഇപ്രാവശ്യം എൻ്റെ വാർഷികം വന്നപ്പോൾ പോലും ഭയങ്കരമായിട്ട് ജനം ഇറങ്ങി. ആ ഒരു ഈ രാജ്യം എന്നുള്ള രീതിയിൽ അവിടുത്തെ ജനങ്ങൾ ബുദ്ധിമുട്ടുന്നതിൻ്റെ വികാരം ഇപ്പോഴും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഏത് സമയം അതിനുവേണ്ടി ഒരു തയ്യാറെടുപ്പിന് അവിടുത്തെ ജനം തയ്യാറായി നിൽക്കുകയാണ്. അതിൻ്റെ വാർഷികത്തിലുണ്ടായ പ്രകടനവും അല്ലെങ്കിൽ ജനത്തിന്റെ ഇരമ്പലും ഒക്കെ അതാ കാണിച്ചത്. ഈ ഇറാനിൽ ഈ ഹിജാബ് പ്രതിഷേധം വന്നപ്പോഴാണ് ഞാൻ സത്യം പറഞ്ഞാൽ അവിടുത്തെ സ്ത്രീകൾ കുറച്ച് പുരോഗമനപരമായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരാണ്. ഈ നസറുള്ള കൊല്ലപ്പെട്ടു എന്ന് അറിഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്നത് ഇറാനിലാണ്. ഇറാന്റെ സ്ത്രീകൾക്കിടയിലാണ് ആഘോഷം നടന്നത്. അപ്പൊ ഞാനിങ്ങനെ അത്ഭുതപ്പെട്ടു. അപ്പോൾ ആ സ്ത്രീകൾ അവിടെ ആ രാജ്യത്തെ ഭരണ ഒരു സംവിധാനത്തിൽ നിന്ന് എന്തോ ഒരു വിമോചനം ആഗ്രഹിക്കുന്നു. അതിനകത്ത് വലിയ 2 സാധ്യതയുണ്ട്. ഇറാന്റെ കയ്യിൽ നിന്ന് ഇപ്പം ഈ മതരാജ്യ അല്ലെങ്കിൽ ഈ സംവിധാനത്തിന്റെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. ഏതെങ്കിലും ഒരു ആക്കം വന്നാൽ അതിനുവേണ്ടി ഇസ്രായേൽ സഹായിക്കുകയും ചെയ്യും. ഇപ്പം ഈ പറഞ്ഞ പോലെ അവിടെ ഏറ്റവും കൂടുതൽ ആഘോഷം നടന്നിട്ടുണ്ട്. മാത്രമല്ല അവിടുത്തെ ഇപ്പോഴത്തെ പ്രസിഡന്റ് കുറെ പുരോഗമനവാദിയാണ്. അയാളും ഈ പരമോന്നത ഹുമേനിയായിട്ട് അത്രയ്ക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നില്ല. നമുക്ക് യുദ്ധം വേണ്ട, ഇയാൾക്ക് യുദ്ധം വേണം, മറ്റേയാൾക്ക് യുദ്ധം വേണം, പുരോഗമനവാദി. അപ്പം അവിടുത്തെ ജനങ്ങൾ പോലും ഈ നസറുള്ളയുടെ വധത്തിന് ശേഷം ഇറാനിലെ ഭരണ സംവിധാനത്തിനകത്ത് അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങൾ പോലും ഇസ്രായേലിന്റെ കൂടെ ആയിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് ഇപ്പം നമ്മൾ പറയാൻ വരുന്നത് ഇപ്പം അവിടെ
ഇറാന് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല, ആയുധങ്ങൾ കൊടുക്കാൻ പറ്റുന്നില്ല, ഇടപെടാൻ പറ്റുന്നില്ല, അതേ രീതിയിൽ കൂട്ടിക്കഴിഞ്ഞു. ഇനി ഏതെങ്കിലും ഒരു കാരണവശാൽ ഇവരെ സഹായിക്കാൻ റഷ്യ ഉൾപ്പെടെയുള്ള സാധ്യത റഷ്യക്കാണ്. റഷ്യ ഉൾപ്പെടെ വന്നാൽ റഷ്യ ആയാലും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് നെതന്യാഹു അല്ലെങ്കിൽ ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ജീവൻ മരണ പോരാട്ടമാണ്, ഞങ്ങളുടെ നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടമാണ്, ഞങ്ങളെ ആക്രമിക്കുന്നവരാണ് അവർ, ഞങ്ങളെ ഇങ്ങോട്ട് കയറി ആക്രമിച്ചാൽ ഞങ്ങൾ ആരെയാലും ആക്രമിക്കും, എനിക്ക് യാതൊരു തർക്കവുമില്ലെന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ട്. അതായത് ഈ കമാൻഡോസ് എല്ലാം ഒളിവിൽ പോയിക്കോ. ഇപ്പൊ ഈ ഹുമേനി ഒളിവിൽ പോയെന്ന് പറയുന്നതിൻ്റെ കൂടെ പ്രധാനപ്പെട്ട കമാൻഡോസ് ഇറാനിലെ ഒളിവിൽ പോയിരിക്കുകയാണ്. അതായത് അവിടെ ഏതെങ്കിലും ഒരു രാജ്യം ഇപ്പം കയറി ആക്രമിച്ചാൽ ആ രാജ്യത്തിന് അത് ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രതിരോധിക്കാൻ പറ്റാത്ത ഒരു രീതിയിൽ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഭരണ സംവിധാനം പ്രശ്നത്തിലായിരിക്കുകയാണ്. അതായത് പട്ടാളം ഉൾപ്പെടെയുള്ളവർ, കമാൻഡോസ് ഉൾപ്പെടെ ഒളിവിൽ പോകാന്ന് പറഞ്ഞാൽ ഒരു പട്ടാളക്കാരൻ ഒളിവിൽ പോകാന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ പിന്നെ അതിൻ്റെ അവസ്ഥ എന്തുവാ? ഏത് വിഷയം വന്നാലും തരണം ചെയ്യുന്ന രീതിയിലാണല്ലോ നമ്മുടെ ഇന്ത്യൻ പട്ടാളം അല്ലെങ്കിൽ ലോകത്ത് ഏത് രാജ്യവും മരിക്കട്ടെ എന്നുള്ള രീതിയിൽ ആ രാജ്യത്തിന് വേണ്ടി നിൽക്കേണ്ട പട്ടാളക്കാരൻ്റെ കമാൻഡോസ് ഉൾപ്പെടെ പരമോന്നത നേതാവ് ഉൾപ്പെടെ ഉള്ളവർ ഒളിവിൽ പോയിരിക്കുന്നു. അവിടുത്തെ ജനം പോലും ഇസ്രായേലിന് അനുകൂലമായിരിക്കുന്നു. അതായത് ഈ തീവ്രവാദി അല്ലെ ടെററിസ്റ്റ് ഗ്രൂപ്പിന്റെ നേതാവിനെ കൊന്നതിന് ജനം ആഹ്ലാദത്തിലാണ്. ജനം മധുരപലഹാരം വിതരണം ചെയ്യുന്നു. ഇസ്രായേലിൽ ഇന്നലെ ഇത് നടന്നു, ഒരു ആഘോഷം നടന്നു. ഇസ്രായേൽ പാർട്ടി നടത്തി നസറുള്ളയെ കൊന്നത്. പക്ഷെ ആ പാർട്ടിയുടെ അവിടെ ഒരു പാട്ട് പ്ലേ ചെയ്തു. ആ പാട്ടിന്റെ വരികൾ നമുക്ക് പറയാൻ പറ്റില്ല. പച്ചത്തെറി എന്ന് പറഞ്ഞാൽ ഈ ഇസ്ലാം വിശ്വസിക്കുന്ന ദൈവത്തിനെതിരെയുള്ള അമ്മാതിരി പച്ചത്തെറി വിളിച്ചുകൊണ്ടാണ് ആ പാട്ട്. ഈ ജൂതരുടെ ആഘോഷമാണല്ലോ അവിടെ, അമ്മാതിരി ആഘോഷം. സോഷ്യൽ മീഡിയയിലൊക്കെ അതിന്റെ വിശ്വാസം അതിഭീകരമായിട്ട് വൈറലായിരുന്നു. ഞാൻ ആദ്യം കണ്ടപ്പോൾ വിചാരിച്ചു നമ്മുടെ ഇസ്മായിൽ ഹനിയ ഇതുപോലൊരു ആഘോഷം നടന്നുകൊണ്ടിരിക്കുന്നതിനിടാണല്ലോ പെട്ടെന്ന് പൊട്ടിത്തെറിച്ചു, അതുപോലെ എന്തെങ്കിലും ആയിരിക്കും. പിന്നെ അങ്ങനെയല്ല, അത് ഇസ്രായേൽ നടത്തിയ ആഘോഷമാണെന്ന് പിന്നീട് മനസ്സിലായത്. അല്ലേ ഇപ്പൊ യുദ്ധത്തിന്റെ ഇതിന്റെ ഒരു പോക്ക് ധനുഷ് ശ്രദ്ധിച്ചായിരുന്നു. ഇതിന്റെ പോക്ക് എന്ന് പറഞ്ഞാൽ ഇറാനെ അടിക്കാൻ വേണ്ടിയുള്ള പോക്ക്. അതിന് വേണ്ട സപ്പോർട്ട് അമേരിക്കയുടെ ഉണ്ട്. അതിന് എല്ലാ ഭാഗത്തു നിന്നും ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ട്. ഇറാൻ പരമാവധി ഉൾവലിഞ്ഞു നിൽക്കുക. ഇപ്പം ഈ പ്രധാനപ്പെട്ട ഹുമേനി ഉൾപ്പെടെ ഉള്ളവർ ഒളിവിൽ പോയിരിക്കുന്നതിന്റെ പട്ടാള മേധാവികൾ ഒളിവിൽ പോയിരിക്കുന്ന ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു. അവിടുത്തെ ജനം മൊത്തം എതിരായിട്ടിരിക്കുന്നു. അതായത് യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ആ രാജ്യം ഇപ്പം നിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ കയ്യിൽ നിന്ന് പോകുന്ന രീതിയിലേക്ക് ഈ ഒരു വധത്തോടു കൂടി മാറിയിരിക്കുകയാണ്. അതായത് ഇസ്രായേലിനോട് യുദ്ധം ചെയ്ത് ഇസ്രായേലിന് അറിയാമല്ലോ ഒരു രാജ്യം എന്നുള്ള രീതിയിൽ നിൽക്കുന്നതുകൊണ്ടാണ് ഡയറക്റ്റ് കയറി അടിക്കാതെ. അതിനുള്ള എല്ലാ സാധ്യതയിലേക്കും അടിക്കാനുള്ള എല്ലാ സാധ്യതയിലേക്കും ഇസ്രായേൽ കൊണ്ടിട്ട് മാക്സിമം കയറി ലെവലിൽ മൊത്തം കയറി പിടിച്ചു കഴിഞ്ഞു. അല്ല, ഇതില് ഇറാനുമായിട്ട് യുദ്ധമായിട്ട് തുടങ്ങാൻ എന്തോരം ഇൻസിഡൻസ് ഉണ്ടായിരുന്നു. ആദ്യം ടെഹ്റാനിൽ കയറി ഇയാളെ വധിച്ചു, മറ്റേ ഇസ്മായിൽ ഹനിയെ വധിച്ചു. ഇല്ല, അത് കഴിഞ്ഞ് പേജർ ബോംബ് ആക്രമണത്തിൽ യവന്മാരുടെ അംബാസഡറുടെ കണ്ണും എന്തൊക്കെ പൊട്ടിത്തെറിച്ചു പോയി. അതിനു മുമ്പേ പ്രസിഡന്റിനെ കൊന്നു. അത് കഴിഞ്ഞ് ഇപ്പൊ 4 സൈനിക ഉന്നത ഉദ്യോഗസ്ഥരെ കൊന്നു. ഇത്രയൊക്കെ ഇപ്പം ഈ ഹുമൈനി ഇത്രയൊക്കെ ആയിട്ടും ഇറാൻ സംയമനം പാലിക്കുകയാണെന്നാണ് കേരളത്തിലെ കുറച്ച് സുഡാപ്പികൾ പറയുന്നത്. സംയമനം പാലിക്കുകയല്ല, നിവർത്തികേടാ. കാരണം ഇപ്പൊ തന്നെ അവിടെ കയ്യിന്ന് പോയി, യുദ്ധം തുടങ്ങിയില്ല, കയ്യിന്ന് പോയി. ഇപ്പം യുദ്ധം തുടങ്ങിക്കഴിഞ്ഞാൽ പിടിക്കും. കാരണം അതാണല്ലോ. മാത്രമല്ല ഇസ്രായേലിനെ അവർക്ക് അറിയാം. ഇസ്രായേലിന് ഭയമുള്ള ബാക്കിയുള്ളവർ അനങ്ങാതിരിക്കുന്നത് ഇസ്രായേലിനുള്ള സ്നേഹം കൊണ്ടാണെന്നാണോ ധനുഷ് വിചാരിക്കുന്നത്? അനങ്ങാതിരിക്കുന്ന പറഞ്ഞാൽ ഏത് രാജ്യം അനങ്ങുന്നോ ആ രാജ്യത്ത് ആ കെയർ ഓഫിൽ അവർ കയറി അവർ പിടിച്ചെടുത്തൊന്നും അവർ ഇറങ്ങത്തില്ല. കാരണം അവർക്ക് വേണ്ടത് അവർക്ക് സ്ഥലമില്ല, അവർക്ക് വിശാലമായിട്ടുള്ള കാര്യമാണ്. പിന്നെ അവരെ കയറി ചൊറിഞ്ഞിട്ടല്ലേ. അപ്പൊ ഞാനീ പറഞ്ഞത് ഇനി ആയുധം കൊടുത്തുകൊണ്ടിരിക്കുന്ന റഷ്യയാണ്. ഏതെങ്കിലും കാരണം വെച്ചാൽ റഷ്യയുടെ വല്ലതും വിമാനം വല്ലോ ആയുധമായിട്ട് വന്നാൽ അവർ റഷ്യയിലും ആക്രമിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതവരുടെ നിലനിൽപ്പിന്റെ ഭാഗമാണ്. അത് ആക്രമിച്ചിരിക്കും. ഇസ്രായേലിനെ ആക്രമിച്ചു കഴിഞ്ഞാൽ ഇസ്രായേലിനെ പിടിച്ചിരിക്കാൻ സാധിക്കും. അല്ല, അങ്ങനെ പേടിയുള്ള രാജ്യമല്ലല്ലോ ഇസ്രായേൽ. നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യുമെന്ന് മാത്രമല്ല അവർക്ക് തോറ്റ ചരിത്രവുമില്ല. മാത്രമല്ല അവരെന്താണെന്ന് മനസ്സിലാക്കാൻ ഒരു രാജ്യത്തിനും കഴിഞ്ഞിട്ടില്ല. റഷ്യയുടെ അല്ല, അതുകൊണ്ട് സുന്ദരിമാരൊക്കെ പല നേതാക്കന്മാരുടെ അടുത്ത് നിപ്പുണ്ട്. പക്ഷെ റഷ്യ ഇപ്പൊ പെട്ടുകിടക്കുമല്ലേ. റഷ്യ പെട്ടുകിടക്കും. നമ്മൾ ഈ പറയുന്നതൊക്കെയുള്ള കാര്യമല്ലല്ലോ. ഈ യുദ്ധത്തിനകത്ത് പെട്ടുപോകുന്ന രാജ്യമാണ് റഷ്യ. സാമ്പത്തികമായിട്ട് ഭയങ്കരമായിട്ട് പുറകോട്ട് പോയി യുദ്ധം. പക്ഷെ ഇസ്രായേലിന് ആ കുഴപ്പമില്ല. ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? അമേരിക്കയുടെ നിലനിൽപ്പ് ഇവരുടെ സാമ്പത്തിക സ്രോതസ്സാണ്. ലോകം മൊത്തമുള്ള സാമ്പത്തിക സ്രോതസ്സിനെ നിയന്ത്രിക്കുന്നത് ഇസ്രായേലാണ്. ഇസ്രായേൽ ജനതയാണ്. അത് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായി ലോകം മൊത്തം. അതുകൊണ്ടാണ് ഇസ്രായേലിന് ഒരു കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നത്. നമ്മൾ വിചാരിക്കും എവിടുന്ന് വരുന്നു. ഭയങ്കര അത്ഭുതം കേട്ടോ നമ്മൾ ഈ പറയുന്ന. കാരണം 1 കോടി താഴെയുള്ള ജനതയും
നമ്മുടെ ഒരു താലൂക്കിൻ്റെ അത്രയുള്ള ഒരു രാജ്യവും ഈ രാജ്യം ലോകത്തെ വിറപ്പിച്ച് നിൽക്കുക, ആരെ അംഗീകരിക്കാൻ നിൽക്കുക, അതൊരു വല്ലാത്തൊരു അതിശയം തന്നെയാണ്. അവർ പറയുന്നത് ഞങ്ങൾ ദൈവത്തിൻ്റെ മക്കളാ, ഞങ്ങളെ ആക്രമിച്ചാൽ എല്ലാവരും കൂലി കിട്ടുമെന്ന്. അതുപോലൊക്കെയാണ് സംഭവിക്കുന്നത്, എനിക്കറിയത്തില്ല. ഓക്കെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.